വീണ്ടും മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇത് മൂന്നാമത്തെ സെഷനാണ്. നിങ്ങൾ ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതിനനുസരിച്ച് നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ശരി. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞിരുന്നു. അതിൽ ചില ഭാഗങ്ങളിലൊക്കെ സൗണ്ടിന്റെ ഒരു ക്വാളിറ്റി കുറവുണ്ടായിരുന്നു. അതുകൂടി ഇത് ഈ ഭാഗത്ത് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ടോപ്പിക് ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ്. എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ഡാറ്റാസ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ നമ്പേഴ്സ് ആവാം, ചിലപ്പോ ക്യാരക്ടേഴ്സ് ആവാം, ചിലപ്പോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കാം, ചിലപ്പോ ഒന്നിലധികം ക്യാരക്ടേഴ്സ് കൂടി ചേർന്നിട്ടുള്ള സ്ട്രിങ് ആയിരിക്കും, മീൻസ് ഒരു സെന്റൻസ് ആയിരിക്കാം. അങ്ങനെ പലതരം ഡാറ്റാസും നമ്മൾ ഒരു പ്രോഗ്രാമിങ്ങിന്റെ അകത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ഡാറ്റകൾ നമ്മൾ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു ടെമ്പററി മെമ്മറി സ്പേസ് വേണം. അപ്പൊ ആ മെമ്മറി സ്പേസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മെമ്മറി സ്പേസിനാണ് ആക്ച്വലി എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ആ മെമ്മറി സ്പേസിനെ നമ്മൾ ഒരു നെയിം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സംഗതി സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പലതരം ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡാറ്റാസ് ഏതൊക്കെയാണ് ഒരു പ്രോഗ്രാമിംഗിൽ? ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്പർ ആവും, ചിലപ്പോൾ നിങ്ങൾ ഒരു ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കുറെ ലെറ്റേഴ്സ് കൂടി ചേർന്നിട്ടുള്ള സെന്റൻസ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കുറെ നമ്പേഴ്സ് കൂടി, അല്ലെങ്കിൽ ഒരു വലിയൊരു നമ്പർ ആയിരിക്കും, അതിന് കുറെ നമ്പേഴ്സ് കൂടി ചേർന്നിരിക്കും, അല്ലെങ്കിൽ കുറെ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും, അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അങ്ങനെ പലതരം ഡാറ്റാസ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഡാറ്റാസ് ഒക്കെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇതിന് എന്ത് വേണം? ഒരു മെമ്മറി സ്പേസ് വേണം. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരേ മെമ്മറി സ്പേസ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്പറാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെമ്മറി സ്പേസ് ഒരു പർട്ടിക്കുലർ മെമ്മറി സ്പേസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്ന മെമ്മറി സ്പേസ് ഒരു പർട്ടിക്കുലർ മെമ്മറി സ്പേസ് ആയിരിക്കും. ഞാനത് ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിക്കാം. നമ്പറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം സ്പേസ് ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. നിങ്ങൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരം സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് വ്യത്യസ്ത മെമ്മറി സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു സെന്റൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മെമ്മറി സ്പേസ് ഉപയോഗിക്കണം. നിങ്ങൾ കോൺസിക്യൂട്ടീവ് നമ്പർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറൊരു തരം ഉപയോഗിക്കുന്നു, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉപയോഗിക്കുന്നു. ഇതെല്ലാം വ്യത്യസ്ത തരം മെമ്മറി സ്പേസസ് ആണ്. അതായത് നിങ്ങളുടെ ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന വ്യത്യസ്ത മെമ്മറി സ്പേസസിനെയാണ് എന്ത് പറയുന്നത്? ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡാറ്റ ടൈപ്പ് എല്ലാം ഒരുപോലെയല്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് നമ്പർ ആണെങ്കിൽ അത്തരം ഡാറ്റ ടൈപ്സിന് എന്ത് പറയും? ഇൻറ്റിജർ എന്ന് പറയും. ഇൻറ്റിജർ. നിങ്ങൾ ഉപയോഗിക്കുന്നത് ലെറ്റർ ആണെങ്കിൽ, വെറും ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എ ആവാം, ബി ആവാം, അതിനെ പറയുന്ന പേര് ക്യാരക്ടർ, ക്യാർ എന്ന് സൂചിപ്പിക്കാം. ഈ സെന്റൻസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ അതിന് പറയുന്ന പേര് സ്ട്രിങ്. ഓക്കെ, ഇനി കോൺസിക്യൂട്ടീവ് നമ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു കോൺസിക്യൂട്ടീവ്, അതായത് മെമ്മറി സ്പേസ് എങ്ങനെ ആയിരിക്കും? കണ്ടിന്യൂസ് ആയിട്ടുള്ള, നിങ്ങൾ 1, 2, 3, 4 അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ അല്ല. അപ്പം ഇങ്ങനെ അടുപ്പിച്ചുള്ള ഒരുപാട് മെമ്മറി വേണം. ഇവിടെ 1 സ്റ്റോർ ചെയ്ത്, ഇവിടെ 2 സ്റ്റോർ ചെയ്ത്, ഇങ്ങനെ ഇവിടെ 4 സ്റ്റോർ ചെയ്ത്, ഇവിടെ 5 സ്റ്റോർ ചെയ്ത്, അങ്ങനെയുള്ള കോൺസിക്യൂട്ടീവ് മെമ്മറി സ്പേസിനെ അറേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരം കോൺസിക്യൂട്ടീവ് മെമ്മറി സ്പേസസ് വ്യത്യസ്ത തരം മെമ്മറി സ്പേസസ് ആണ് നിങ്ങൾക്ക് ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ നമ്പർ ആണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻറ്റിജർ എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡ് എന്നുള്ള പേരില്ല, ഇൻഡ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെറ്റർ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാർ എന്നുള്ള പേരിൽ. സ്ട്രിങ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജസ്റ്റ് സ്ട്രിങ് എന്നുള്ള പേരിലാണ്. കോൺസിക്യൂട്ടീവ് മെമ്മറി സ്പേസ് ആണെങ്കിൽ അതിനെ അറേ എന്നുള്ള പേരിലാണ്. ഓക്കെ, അപ്പൊ സംഗതി ഇത്രേ ഉള്ളൂ. നിങ്ങൾ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ന്യൂമറിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്താണ്? ഇൻഡ് എന്ന് സൂചിപ്പിക്കണം. ഇനി ക്യാരക്ടർ ആണ് യൂസ് ചെയ്യുന്നതിനെ ക്യാർ എന്ന് സൂചിപ്പിക്കണം. ഇനി സ്റ്റേറ്റ്മെന്റ് ഒരു സെന്റൻസ് ആണ് വിചാരിച്ചോ, സെന്റൻസ് അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രിങ് എന്ന് സൂചിപ്പിക്കണം. ഇനി നിങ്ങൾ കോൺസിക്യൂട്ടീവ് മെമ്മറി സ്പേസ് ആണെങ്കിൽ, മോർ ദാൻ വൺ മെമ്മറി സ്പേസ് ആണെങ്കിൽ നിങ്ങൾ അതിനെ അറേ എന്ന് സൂചിപ്പിക്കും.
ഓക്കെ. ഇനി ഇതെല്ലാം ഇതെല്ലാം എന്താണ്, ഒരു ഓരോരോ കാറ്റഗറി ഓഫ് മെമ്മറി സ്പേസ് ആണ്. പക്ഷെ ഇതിന് ഓരോന്നിനും നമ്മൾ ഒരു വേരിയബിൾ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ അതിനൊരു പേര് കൊടുത്തൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാം. എ എന്ന് പറഞ്ഞ ഒരു മെമ്മറി, അതായത് എ എന്ന് പറഞ്ഞ ഒരു മെമ്മറി ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ എനിക്ക് നമ്പർ മാത്രം സ്റ്റോർ ചെയ്യണ്ടേ, 100 എന്നുള്ളൊരു നമ്പർ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇതെന്താണ്, ഒരു നമ്പറാണ്. അപ്പൊ ഞാൻ എന്താ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇൻറ്റ് എ ഈക്വൽ ടു 100. ഓക്കെ, ഇൻറ്റ് എ ഈക്വൽ ടു 100. ഇനി എനിക്ക് ഒരു പേര് സ്റ്റോർ ചെയ്യണം. ഞാൻ നമ്പറിൽ എനിക്കൊരു പേര് സ്റ്റോർ ചെയ്യണം. ജോൺ എന്ന് സ്റ്റോർ ചെയ്യണം. ജോൺ എന്ന് പറഞ്ഞാൽ എന്താ, ജോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് അല്ലേ. അപ്പൊ ഞാൻ ഇതിന് ഒരു ഞാൻ എന്താ പറയാ, ഒരു നെയിം എന്നുള്ളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഞാനതിന് സ്ട്രിംഗ് എന്നുള്ള ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. സ്ട്രിംഗ് നെയിം ഈക്വൽ ടു ജോൺ. ഇനി എനിക്ക് ഒരു ലെറ്റർ മാത്രം സ്റ്റോർ ചെയ്താൽ മതി. എനിക്കൊരു ലെറ്റർ മാത്രം സ്റ്റോർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കൊരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ എനിക്ക് എ എന്ന് പറയുന്ന ഒരു ലെറ്ററിനെ സ്റ്റോർ ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്, ക്യാരക്ടർ നല്ല ഒരു സ്റ്റോർ, ക്യാരക്ടർ ഒരു പി എന്നുള്ള ക്യാരക്ടർ പി ഈക്വൽ ടു എ. അതായത് പി ഈ ഇതൊക്കെ എന്താ, നെയിം, എ, പി, ഇതൊക്കെ ഈ മെമ്മറി സ്പേസിന്റെ നെയിമാണ്. ഓക്കെ, ഇതിന്റെ നെയിമാണ്. ഓക്കെ, ഇനി എനിക്ക് കുറച്ചധികം നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും നമ്പർ സ്റ്റോർ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ സ്പേസിൽ എനിക്ക് 1 മുതൽ 5 വരെയുള്ള നമ്പർ സ്റ്റോർ ചെയ്യണം. 1, 2, 3, 4, 5. അപ്പൊ ഞാൻ എന്താ ഉപയോഗിക്കാം, അറേയാണ് ഉപയോഗിക്കാം. ഞാൻ അതിനൊരു പേര് എടുത്തു, അറേ ഓഫ് എം ഈക്വൽ ടു ഇത്. അപ്പൊ ഇങ്ങനെയാണ് മെമ്മറി സ്പേസ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാനത് നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഇത് വർക്ക് ആവുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കാണാം, എനിക്കിപ്പോൾ ഒരു പേരുണ്ട്. ആ പേര് സ്റ്റോർ ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ പേര്. അപ്പം പേരെന്താണ്, സ്ട്രിങ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. ഞാൻ സ്ട്രിങ് എന്നുള്ളൊരു വേരിയബിൾ, ഞാനൊരു ഇത് ഡാറ്റ ടൈപ്പിന്റെ നെയിം മാത്രം, ഞാൻ വേരിയബിൾ ആയിട്ടില്ല. വേരിയബിൾ ആണെങ്കിൽ വേരിയബിളിന് എന്ത് ചെയ്യണം, ഒരു പേര് കൊടുക്കണം. നെയിം, നെയിം ഈക്വൽ ഞാൻ അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്ത് വെക്കണം. ഒരു ഉദാഹരണത്തിന് ജോൺ. ഓക്കെ, ഇനി എനിക്ക് എന്താണ്, ഇനി എനിക്ക് ഒരു നമ്പർ മാത്രം സേവ് ചെയ്യണം. ഒരു 100 എന്നുള്ള നമ്പർ സേവ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ നമ്പർ എന്നുള്ളൊരു ഇതുണ്ടാക്കി. വെറുതെ നമ്പർ എന്ന് പേര് കൊടുത്താൽ മാത്രം ഇത് മെമ്മറി സ്പേസ് ആവോ, ഇല്ല. പകരം നമ്മൾ നമ്പർ ആയതുകൊണ്ട് ഇവിടെ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഇൻറ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, ഞാൻ അതിലേക്ക് ഒരു 100 എന്നുള്ള വാല്യൂ സേവ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്കൊരു ലെറ്റർ മാത്രം സേവ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ക്യാരക്ടർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്യാർ ഒരു ലെറ്ററിന് ഞാൻ പി എന്ന് കൊടുത്തു വിചാരിച്ചു, ഈക്വൽ ടു എ എന്നുള്ള ഒരു ലെറ്റർ ഞാൻ അതിൽ സേവ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, എനിക്ക് 5 വരെയുള്ള നമ്പർ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഞാൻ അറേ ഞാൻ അതിനൊരു പേര് കൊടുത്തു, അറേ 1 എന്നോ എന്തെങ്കിലും കൊടുത്തു. അറേ 1 ഈക്വൽ ടു ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പലതരത്തിൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുകൂടി പറയാം. അറേ എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് നമ്പർ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അറേ നമ്പേഴ്സിന്റെ അറേ ആയിരിക്കാം, ചിലപ്പോൾ അറേ ഡിഫറെന്റ് നെയിം ആയിരിക്കാം. മനസ്സിലായോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 മുതൽ 1, 2, 3, 4, 5 ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ സ്റ്റോർ ചെയ്യണം. അതിനെ നമ്മൾ നമ്പേഴ്സിന്റെ അറേ എന്ന് പറയാം. ചിലപ്പം 2-3 പേരുടെ പേര് സ്റ്റോർ ചെയ്യണം, അതിനെ നമ്മൾ സ്ട്രിങ്ങിന്റെ അറേ എന്ന് പറയാം. അപ്പോൾ എന്ത് തരം അറേ ആണോ ഉപയോഗിക്കുന്നത് ആ ടൈപ്പ് വേരിയബിളാണ് നമ്മൾ പറയാം. ഒരു ഉദാഹരണത്തിന് എനിക്ക് നമ്പർ മാത്രം സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്പർ ആക്ച്വലി എന്താണ്, ഓൾറെഡി ഇവിടെ നമ്പർ ഇന്റിജർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അറേ ഉണ്ടാക്കുന്നത് ഇൻറ്റ് ഓഫ്, ഈ അറേനെ സൂചിപ്പിക്കുന്നത് ഈ 2 ബ്രാക്കറ്റ് ആണ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസിങ്ങും ഓപ്പണിങ്ങും. ഓക്കെ, അത് ഞാൻ ഇവിടെ ഒരു പേര് കൊടുത്തു, അറേ എന്തെങ്കിലും ഒരു പേര്, അറേ 1 എന്തെങ്കിലും കൊടുത്തു, ഈക്വൽ ടു ന്യൂ അറേ. ഓക്കെ, എന്നിട്ട് എനിക്ക് എത്ര മെമ്മറി സ്പേസ് വേണം. എനിക്ക് 5 നമ്പറാണ് സേവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ 5 കൊടുത്തു. ഓക്കെ, അപ്പൊ എന്താവും, 5 മെമ്മറി സ്പേസ് സ്റ്റോർ ചെയ്യാനുള്ള അറേ ആയി. ഇനി ഇതിൽ എങ്ങനെ ഡാറ്റ എനിക്ക് സ്റ്റോർ ചെയ്യാം, ഓരോ മെമ്മറി സ്പേസിനും
ഓരോ ഇൻഡെക്സ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുക. അത് ഞാൻ കാണിച്ചുതരാം. ഓരോ മെമ്മറി സ്പേസിനും ഓരോ ഇൻഡെക്സ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുക. നമുക്ക് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചുതരാം. ഇപ്പൊ ഇതിൽ തന്നെ എനിക്ക് കാണാം ഈ ഈ സ്പേസിന് നമ്മൾ 0th ഇൻഡെക്സ് എന്ന് പറയാം, ഈ സ്പേസിന് നമ്മൾ 1 ഇൻഡെക്സ് എന്ന് പറയാം, ഈ സ്പേസിന് നമ്മൾ 2th ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറയാം, ഇതിന് 3rd ഇൻഡെക്സ്, ഇതിന് 4th ഇൻഡെക്സ്, അങ്ങനെ. അപ്പൊ ഞാനിപ്പോ അറേ എം എന്നല്ല അതിന്റെ പേര്. അപ്പൊ എം ഓഫ് 0 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 1 ആ കിട്ടുക. എം ഓഫ് 1 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 2 ആ കിട്ടുക. ഇനി ഞാൻ പറഞ്ഞു അറേ എന്ന് പറയുന്നത് നമ്പേഴ്സിന്റെ അറേ മാത്രം ആവണമെന്നില്ല. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിച്ചോ. എനിക്കിവിടെ എ വേണം, ഇവിടെ ബി വേണം, ഇവിടെ സി വേണം, ഇവിടെ ഡി വേണം. അപ്പൊ ഞാനിത് എന്തിന്റെ അറയാണ്? ക്യാരക്ടർ അല്ലേ, ഓരോ ക്യാരക്ടറിന്റെ അറേ അല്ലേ. അപ്പൊ ഞാൻ ക്യാരക്ടർ ഓഫ് അറേ എടുത്തു. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് 0, 1, 2, 3, ഞാൻ ഇവിടെ ഇ കൊടുത്തു വിചാരിച്ചു, ഇതിന് 4. അപ്പോൾ എപ്പോഴും ഇതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓരോ മെമ്മറി സ്പേസിനും അറിയപ്പെടുന്ന ഒരു അഡ്രസ്സോ നമ്പർ ലൊക്കേഷൻ, ആ അഡ്രസ്സ് നമ്മൾ പറയാം. ഇവിടെ ഒന്നാമത്തെ അഡ്രസ്സ് ഏതാ? ഇതിന് ഞാനിപ്പോ ഒരു പേര് കൊടുത്തു വെച്ചു, ഈ അറേക്ക് എം അവിടെ കൊടുത്തില്ല, ഞാൻ ഈ അറേക്ക് എസ് എന്ന് കൊടുത്തു വെച്ചു. എസ് എന്നാണ് ഈ അറേന്റെ പേര്. അപ്പൊ ഞാൻ എസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടാം? എ കിട്ടും. എസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടാം? ഇ കിട്ടും. ഓക്കെ, എസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാം? എസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടാം? ഡി കിട്ടും. ഓക്കെ, എസ് ഓഫ് 3 എന്ന് പറയും, എസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടും, ഇങ്ങനെ കേട്ടോ കൊടുക്കുക. എസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എനിക്ക് ഡി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ അതിലുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, അറേ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിനാണ് അറേ എന്ന് പറയാം. അങ്ങനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ആയിട്ട് ഓരോ മെമ്മറി ലൊക്കേഷനും ഒരു അഡ്രസ് ഉണ്ടാവും, 0, 1, 2, 3, 4. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് എനിക്ക് പലതും സ്റ്റോർ ചെയ്യാം. നമ്പർ സ്റ്റോർ ചെയ്യാം, ചിലപ്പം അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്യാം, അങ്ങനെ എന്തും സ്റ്റോർ ചെയ്യാം. ഞാൻ ഇവിടെ അക്ഷരങ്ങൾ ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്തു ചോദിച്ചു, എ, ബി, സി, ഡി, ഇ സ്റ്റോർ ചെയ്തു. ഞാൻ അതിനൊരു പേരിട്ടു എം, അറേന്റെ പേര് എം. അപ്പൊ എം ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 0 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ആൾ ആരാണ്? അപ്പൊ അത് എ ആണ്. എം ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ആളാണ്, അത് ബി ആണ്. എം ഓഫ് 4 എന്ന് പറഞ്ഞാൽ ആരാ? 4ലുള്ള അഡ്രസ്സിലുള്ള ആളാരാണ്? ഇ. എം ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ? ഡി. ഇങ്ങനെയാണ് എനിക്ക് ഇത് ആക്സസ് ചെയ്യാം. അപ്പോൾ അറേ ആക്സസ് ചെയ്യാൻ നമുക്ക് പല രൂപങ്ങളുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ കാണിച്ചത്. വിഷ്വൽ സ്റ്റുഡിയോയിൽ നമുക്ക് നോക്കാം. വിഷ്വൽ സ്റ്റുഡിയോയിൽ ഞാനിപ്പോൾ 5 മെമ്മറി സ്പേസ് യൂസ് ചെയ്തു, 5 കോൺസെക്യൂട്ടീവ് മെമ്മറി ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് ഓരോന്നിലും എനിക്ക് എന്ത് ചെയ്യണം? ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം. ഞാൻ അറേ ഓഫ് 0, അറേ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇൻഡെക്സിലുള്ള ആള്, അതാരാണ്? ഫസ്റ്റത്തെ ഇൻഡെക്സിലുള്ള ആള്, അത് ഈക്വൽ ടു ഞാൻ 1 കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ എ കൊടുക്കാൻ പറ്റുമോ? 1ന് പകരം അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എ കൊടുക്കാൻ പറ്റില്ല ശരിക്കും. കാരണം എന്താ? ഇവിടെ അറേ ഇത് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എറർ അടിക്കും. കാരണം അറേ എന്ന് പറയുന്നത് ഇൻറ്റിജർ അറേയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുക്കുക, 1. ഇനി അറേ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഞാൻ 2 കൊടുത്തു. അറേ 1 ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഞാൻ 3 കൊടുത്തു. അറേ 1 ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഞാൻ 4 കൊടുത്തു. അറേ 1 ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഞാൻ 5 കൊടുത്തു. എന്താ ഞാൻ അറേ ഓഫ്, എനിക്ക് ഇനി ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അറേ 1 ഓഫ് 5 ഈക്വൽ ടു 6 എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ എന്താണ്, ഞാൻ ആകെ 5 മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അറേ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 6 ഉണ്ടാവും. അപ്പോൾ ഇത് പറ്റില്ല. ഓക്കെ, ഇത് എക്സ്ട്രാ, ഇത് പറ്റില്ല, ഇത് എറർ അടിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി എനിക്ക് ഞാൻ വേറൊരു അറേ ഉണ്ടാക്കി വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഇൻറ്റീജറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേയിൽ ഉണ്ടാക്കി. ഇനി ഞാൻ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അറേ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാം, കെയർ ഓഫ് അറേ, ഞാൻ അറേ 2 എന്ന് എടുത്തു. അതിനൊരു 5 കോൺസിക്യൂട്ടീവ് മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അറേ 2 ഓഫ് 0 എന്ന് പറയുന്നത് അറേ 2 ഓഫ് 0 ഈക്വൽ ടു ഞാൻ എ എന്ന് കൊടുത്തു. ഓക്കെ,
അതേപോലെ ഞാൻ 5 വ്യത്യസ്ത നമ്പർ വെച്ച് സേവ് ചെയ്തു. സ്പീഡ് ചെയ്ത് കാണിക്കാം. റേറ്റ് ഓഫ് 1 എന്ന് പറയുന്നത് ഞാൻ ബി ആക്കി. വണ്ണ് ദെൻ 2 എന്ന് പറയുന്നത് ഞാൻ സി ആക്കി. 3 എന്ന് പറയുന്നത് ഞാൻ ഡി ആക്കി. 4 എന്ന് പറയുന്നത് ഞാൻ ഇ ആക്കി. എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം കേട്ടോ ഇതിൽ. പക്ഷെ നമ്മൾ അറേ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്, ഈ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതിനാണ് ഡിക്ലറേഷൻ എന്ന് പറയാം. അതിലേക്ക് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തില്ലേ, അതിനാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയും വേണം, അതിന്റെ ഒപ്പം തന്നെ അതിലേക്ക് ഡാറ്റ ഇനീഷ്യലൈസ് ചെയ്യുകയും വേണം. ഓക്കെ, ഒരു വേരിയബിളിലോട്ട് ഡാറ്റ ഡിക്ലെയർ ചെയ്യുകയും വേണം, അതിന്റെ ഒപ്പം തന്നെ അതിനെ ഇനീഷ്യലൈസ് ചെയ്യുകയും വേണം. ഇനി ഞാൻ ഇങ്ങനെ ഒരു ഇന്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മൈ ഇന്റ്. എന്നിട്ട് ഞാൻ ഇപ്പൊ ഇനീഷ്യലൈസേഷൻ മാത്രമായിട്ടു, അസൈൻമെന്റ് ആയിട്ടില്ല, ഞാൻ അസൈൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ അവസാനിപ്പിച്ചു. ഇനി ഞാൻ എന്തെങ്കിലും പ്രോഗ്രാം റൺ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്താ സംഭവിക്കുക, ഞാൻ കാണിച്ചാൽ എനിക്ക് എന്താ സംഭവിക്കുക. എന്തെങ്കിലും എറർ അടിക്കുന്നുണ്ടോ നോക്കി. ഇത് വാണിംഗ് കാണിക്കും, മൈ ഇന്റ് ഈസ് ഡിക്ലെയർഡ് ബട്ട് നെവർ യൂസ്ഡ്, അങ്ങനെയുള്ള വാണിംഗ് കാണിക്കും ഇത്ര സാഹചര്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഓക്കെ, അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ വാണിംഗ് വരും. എന്തായാലും നിങ്ങൾക്ക് കാണാം അത് ഉപയോഗിച്ചിട്ടില്ല, വെറുതെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വാണിംഗ് വരും. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്താണ് ഡാറ്റ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞാൽ മെമ്മറി സ്പേസ് ആണ്. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് കുറെ മെമ്മറി സ്പേസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, ഇനി ഞാനിപ്പോ ഒരു ഇന്റിജർ ഡിക്ലെയർ ചെയ്തു. ഞാനിപ്പം മൈ ഇന്റ് എനിക്ക് ഇതിന്റെ അകത്ത് ഇന്റിജർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിക്കാം, ക്യാരക്ടർ സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിക്കാം, എന്നിട്ടത് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ബിൽഡ് സക്സീഡ് എറർ ലിസ്റ്റ്. യൂഷ്വലി എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് അസൈൻ ചെയ്തു ഇതിലേക്ക്, ഒരു ഇന്റിജറിന്റെ അകത്തേക്ക് ഒരു സ്ട്രിങ് അസൈൻ ചെയ്തു. എന്താ സംഭവിക്കുന്നത്, എറർ കാണിക്കുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ കാണിക്കുന്നുണ്ട് കനോട്ട് ഇംപ്ലിസിറ്റ്ലി കൺവേർട്ട് ടൈപ്പ് സ്ട്രിങ് ടു ഇന്റ്. അതായത് സ്ട്രിങ് ആയിട്ടുള്ള ഒരു ഡാറ്റനെ ഇന്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ, അതാണ് ഇവിടെ എറർ. അപ്പൊ നമ്മൾ എന്ത് വേരിയബിൾ ആണോ ഡിക്ലെയർ ചെയ്യുന്നത് അതേ ഡാറ്റയാണ് അതിൽ ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു, ഇത് എന്താണ് സ്ട്രിക്ട്ലി ടൈപ്ഡ് വേരിയബിൾസ് ആണ് C# യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ട് തരം ഡാറ്റ ടൈപ്സ് ഉണ്ട് ആക്ച്വലി. ഇനി ഇതൊക്കെ എന്താണ്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്നാ പറയാം. അതായത് ഞാൻ വീണ്ടും നമ്മളെ സ്ലൈഡിലോട്ട് പോവാം, ഞാൻ കാണിച്ചുതരാം. രണ്ട് തരം ഡാറ്റ ടൈപ്പ് ഉണ്ട് ആക്ച്വലി. C# രണ്ട് തരം ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. അതായത് ഡാറ്റ ടൈപ്സ് തന്നെ രണ്ട് തരമാണ് C# ഉള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, മറ്റൊന്ന് യൂസർ ഡിഫൈൻഡ്. ഈ ഫണ്ടമെന്റലിലാണ് എന്ത് വരുന്നത്, നമ്മളിപ്പോ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ, ഇന്റിജർ, ക്യാരക്ടർ, സ്ട്രിങ്, അറേ, ഓക്കെ, ഇതൊക്കെ എന്തിൽ തന്നെ, ലോങ്, ഡബിള്, കുറെ ഉണ്ട് കേട്ടോ, ഫ്ലോട്ട്, ഇതൊക്കെ എന്തിലും വരുന്നേ, ഫണ്ടമെന്റൽ വരുന്നത്. ഈ ഇന്റിജറും ക്യാരക്ടറും സ്ട്രിങ്ങും അറേ ഒക്കെ നമ്മൾ നോക്കി. ഡബിളും ഫ്ലോട്ടും എന്താന്ന് പറഞ്ഞാൽ
എനിക്ക് ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 ഇതൊക്കെ ഇന്റിജറാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ സേവ് ചെയ്യാം 10.5 ഒരു ഡെസിമലുള്ള വാല്യൂ അതിന് യൂസ് ചെയ്യുന്നതാണ് ഫ്ലോട്ടും ഡബിളും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ട് സി ഷാർപ്പിന്റെ അകത്തുള്ളതാണ്. ഇനി യൂസർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അത് ലോങ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റാ ടൈപ്സിനെ കുറിച്ചാണ് ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിപ്പോ ഒന്നുകൂടി ഞാൻ റീക്യാപ്പ് ചെയ്യാം. ഡാറ്റ ടൈപ്പിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, മറ്റൊന്ന് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഈ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിൽ പെട്ടതാണ് ക്യാരക്ടർ, ഇന്റിജറിൽ പെട്ടതാണ് ലോങ്, ഇന്റ്, ഇതൊക്കെ ഇന്റിജറിൽ പെട്ടതാണ്. ഈ സൈൻഡ് ബിറ്റ്, അൺസൈൻഡ് ബിറ്റ് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്നില്ല. ഇന്റ്, ലോങ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്റിജറിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ മൊബൈൽ നമ്പർ ചിലപ്പോൾ ഇന്റിജറിൽ കൊള്ളൂല, അപ്പൊ നമ്മൾ ലോങ്ങിൽ സേവ് ചെയ്യും. രണ്ടും എന്താണ്, ഇന്റിജർ ടൈപ്പ് വേരിയബിൾ ആണ്. പക്ഷെ ലോങ് എപ്പോഴും ഇന്റിനേക്കാളും വലുതാണ്. ലോങ് എപ്പോഴും ഇന്റിനേക്കാളും വലുതാണ്. അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 10.5, 20.1 ഇങ്ങനത്തെ ഒക്കെ സേവ് ചെയ്യാൻ നമ്മൾ ഐദർ ഡബിൾ അല്ലെങ്കിൽ ഫ്ലോട്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. അവിടെ എനിക്ക് കാണാം ഫ്ലോട്ട്, ഡബിൾ, ഡെസിമൽ ഒക്കെ. അതിൽ ഡബിൾ എപ്പോഴും എന്താണ്, ഫ്ലോട്ടിനേക്കാളും വലുതാണ്. ഓക്കെ, ഡബിൾ ആണ് എപ്പോഴും വലുത്. പിന്നെ മറ്റൊന്നാണ് എന്ത്, ബൂളിയൻ. ബൂളിയന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ബൂളിയൻ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, ബൂളിയൻ ബൂൾ. ഇതിൽ രണ്ട് ടൈപ്പ് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇതല്ലാത്ത ഏത് വാല്യൂ വന്നാലും ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ രണ്ട് വാല്യൂ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാത്ത ഏത് വാല്യൂ വന്നാലും ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചില സാഹചര്യത്തിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ഡാറ്റ ടൈപ്പ് കെയർ നമ്മൾ പറഞ്ഞു, സ്ട്രിങ് നമ്മൾ പറഞ്ഞു. അപ്പം ഒന്നുകൂടി പറയാൻ കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പിനെ നമ്മൾ എന്താക്കാം, രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് ഫണ്ടമെന്റൽ, മറ്റൊന്ന് ഡിറൈവ്ഡ്. ഇനി എനിക്കിവിടെ ഒരു എന്താണ്, ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെന്ന് വിചാരിക്കാം. അതിലൊരു നെയിം ഉണ്ട്, അതിലൊരു ഏജ് ഉണ്ട്, അതിലൊരു മൊബൈൽ നമ്പർ ഉണ്ട്. എനിക്ക് ഇത്രയും ഒറ്റ വേരിയബിൾ സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ യൂഷ്വലി എങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള പ്ലാൻ, നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം. നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ ഒരു സ്ട്രിങ് വേരിയബിൾ ഉണ്ടാക്കും. ഏജ് എന്ന് പറഞ്ഞത് ഇന്റിജർ ആയതുകൊണ്ട് നമ്മൾ ഒരു ഇന്റിജർ വേരിയബിൾ ഉണ്ടാക്കും. മൊബൈൽ എന്ന് പറഞ്ഞാൽ ലോങ് ആയതുകൊണ്ട് നമ്മൾ ലോങ്. അപ്പം 3 വേരിയബിൾ വേണം ആക്ച്വലി ഇത് സ്റ്റോർ ചെയ്യാൻ. പക്ഷെ പകരം നമുക്ക് ഒറ്റ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പൊ അതിന് നമ്മൾ യൂസർ ഡിഫൈൻഡ് വേരിയബിൾ ഉപയോഗിക്കും. അതായത് നിലവിലുള്ള ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കും. അതിൽപ്പെട്ടതാണ് ക്ലാസ്. ഇപ്പൊ ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ഒരു ക്ലാസ് എ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് എന്തൊക്കെ ഡിക്ലെയർ ചെയ്യാം, ഈ 3 ഡിക്ലെയർ ചെയ്യാം. സ്ട്രിങ്, നെയിം, ഇന്റ്, ഏജ്, ലോങ്, മൊബൈൽ. ഓക്കെ, എനിക്കിത് 3 ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയാൽ മതി. എ ഈക്വൽ ടു ന്യൂ എ എന്ന് പറഞ്ഞത് എന്താണ്, ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ ടൈപ്പ് ഓഫ് ടൈപ്പ്. നമ്മൾ നോർമലി ഇന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റ ടൈപ്പ് ഓഫ് ടൈപ്പ് ഇന്റിജർ. ഇവിടെ ഡാറ്റ ടൈപ്പ് ഓഫ് ടൈപ്പ് ഈ ക്ലാസ്. അപ്പൊ ഈ ക്ലാസിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, ഇത് മൊത്തം നമുക്ക് ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാനത് നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് ചോദിക്കാം. ഞാൻ അവിടെ ക്ലാസ് ഡിക്ലെയർ ചെയ്യാം. ക്ലാസ് മൈ ക്ലാസ്. ഓക്കെ, ഞാൻ അവിടെ ഇതിന്റെ അകത്ത് ഒരു സ്ട്രിങ്, നെയിം, ഇന്റ്, ഏജ്, ലോങ്, മൊബൈൽ നമ്പർ. ഓക്കെ, ഇനി എനിക്കിവിടെ ഞാനൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാൻ അവിടെ പബ്ലിക് ക്ലാസ് ആക്കി വിചാരിച്ചു. ഓക്കെ, എന്താണെന്ന് ഞാൻ പിന്നീട് പറയും. ഞാൻ ഇവിടെ ആ ക്ലാസിന്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമ്മൾ ഇന്റിജർ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഇന്റ് എ അല്ലേ. പകരം നമ്മൾ ആ ക്ലാസിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈപ്പ് ആ ക്ലാസ് ആണ്, മൈ ക്ലാസ് എ ഈക്വൽ ടു ന്യൂ മൈ ക്ലാസ്. അങ്ങനെയാണ് ഒബ്ജക്റ്റ്, ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ എ അടിക്കും, എനിക്ക് എല്ലാം ആക്സസ് ചെയ്യാം. എ ഈക്വൽ ടു കാണാം,
ഞാൻ അവിടെ എ ഡോട്ട് എന്ന് വിളിക്കുമ്പോൾ എല്ലാം കിട്ടും. എനിക്ക് നെയിം കിട്ടും, മൊബൈൽ നമ്പർ കിട്ടും, അതുപോലെ തന്നെ ഏജ് കിട്ടും, എല്ലാം കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ, ഇതെല്ലാം കൂടി ഒറ്റ വേരിയബിളിന്റെ ഉള്ളിൽ, ഈ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിൽ കൊള്ളിച്ചു. അതിനാണ് എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതിനാണ് എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഈ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ പെടുന്നതാണ് ഏതൊക്കെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ പെടുന്ന എക്സാമ്പിൾസ് ആണ്. ഒന്ന് ക്ലാസ്, മറ്റൊന്ന് സ്ട്രക്ട്, മറ്റൊന്ന് ഇനം. ഈ ക്ലാസ് എപ്പോഴും റെഫറൻസ് ടൈപ്പ് ആയിരിക്കും. സ്ട്രക്ട് എന്താന്ന് പറഞ്ഞാൽ വാല്യൂ ടൈപ്പ് ആണ്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു സിന്റാക്സിന്റെ വ്യത്യാസമുള്ളൂ, ഞാൻ കാണിച്ചുതരാം. ഇനം എന്താന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നെയിംഡ് വേരിയബിൾ, നമ്പർ ഓഫ് നെയിംഡ് കോൺസ്റ്റൻസ്, അതിനാണ് ഇനം എന്ന് പറയുന്നത്. അത് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വിഷ്വൽ സ്റ്റുഡിയോയിൽ അത് എങ്ങനെയാണ് വരുന്നത് കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഞാൻ ഇതിന് ക്ലാസ് എന്നുള്ള മാറ്റി സ്ട്രക്ട് ആക്കി വിചാരിച്ചു. ബാക്കിയൊക്കെ സെയിം ആണ്. എനിക്ക് ഇവിടെ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെയിം, മൊബൈല്, ഏജ് എല്ലാം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്ട്രക്റ്റും ക്ലാസ്സും ഏകദേശം വലിയ സംഭവമാണ്. ഇതിൽ വ്യത്യാസമുള്ളത് ഈനം എന്ന് പറഞ്ഞൊരു സംഭവം. ഈനം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഒരാഴ്ചയിൽ 7 ദിവസങ്ങളും എനിക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. എങ്ങനെ കഴിയും? കഴിയില്ല. യൂഷ്വലി നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് എങ്ങനെ കഴിയാം, സ്ട്രിങ് day 1 ഈക്വൽ ടു സൺഡേ, day 2 ഈക്വൽ ടു, അങ്ങനെ നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാക്കണം. അപ്പൊ അതിന് പകരം ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കാം, ഈനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി. എന്നിട്ട് ഈനത്തിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, എല്ലാം ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. മൈ ക്ലാസ്, ഞാൻ ഇവിടെ ക്ലാസ് എന്നുള്ളതിന് പകരം ഡേ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ആക്സസ് ചെയ്യാം. ഡേ ഡോട്ട് എന്ന് വിളിക്കുമ്പോൾ എല്ലാ ദിവസവും വരും. മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, വെനസ്ഡേ എല്ലാം ഉണ്ട്, അങ്ങനെ വരും. അപ്പൊ ഇതാണ് എന്തൊക്കെ ഈനം എന്ന് പറയുന്നത്. അപ്പൊ ഇതും എന്താണ്, ഒരു ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി പറയാനുള്ളത് റെഫറൻസ് ടൈപ്പ്. റെഫറൻസ് ടൈപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, വാല്യൂ പാസ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും ഡാറ്റ ടൈപ്സിനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വാല്യൂ ടൈപ്പ്, ഒന്ന് ഇവിടെ കാണാം, ഒന്ന് വാല്യൂ ടൈപ്പ്, മറ്റൊന്ന് റെഫറൻസ് ടൈപ്പ്. ഒന്ന് വാല്യൂ ടൈപ്പ്, മറ്റൊന്ന് റെഫറൻസ് ടൈപ്പ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വേരിയബിൾ ഉണ്ട്, ഇൻറ്റ് എ ഈക്വൽ ടു 10, മറ്റൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ എ എന്ന വേരിയബിൾ ഈ 10 എന്ന ഡാറ്റ ഈ മെമ്മറി ലൊക്കേഷനിൽ പോയി സ്റ്റോർ ആവുക ചെയ്യാം. ഓക്കെ, ഇതാണ് വാല്യൂ ടൈപ്പ്. പക്ഷേ റെഫറൻസ് ടൈപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇൻറ്റ് എ ഈക്വൽ ടു 10 ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതെന്ത് ചെയ്യും, ഒരു ഹീപ്പിൽ പോയി, ഹീപ്പ് മെമ്മറിയിൽ പോയിട്ട് ഈ ഡാറ്റ സ്റ്റോർ ആവും. 10 എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ആവും. ഇപ്പോൾ ഈ മെമ്മറിക്കൊരു മെമ്മറി അഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫസ്റ്റത്തെ മെമ്മറി അഡ്രസ്സ് 1000, ഇതിൻ്റെ 2000 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ആവും. എന്നിട്ട് എ എന്ന വേരിയബിളിൽ എന്താണ്ടാവുമെന്ന് വെച്ചാൽ, വേറൊരു മെമ്മറി ഉണ്ടാവും, ഒരു സ്റ്റാക്ക് മെമ്മറി. അതിൻ്റെ വാല്യൂ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, ഈ ഹീപ്പ് മെമ്മറീൻ്റെ അഡ്രസ്സായിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, നേരിട്ട് ഡാറ്റ അല്ല സ്റ്റോർ ചെയ്യുന്നത്, അതിനെയാണ് റെഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പുറത്ത് നോക്കുക നിങ്ങൾ, ഇപ്പുറത്ത് ഡാറ്റ നേരിട്ട് സ്റ്റോർ ആവുക ചെയ്യുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത്, വാല്യൂ ടൈപ്പ്. ഓക്കെ, അതിൽ പെട്ട ഉദാഹരണമാണ് ക്ലാസ്സൊക്കെ. ഞാൻ നേരത്തെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്തില്ലേ, ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്ത്, അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കിയപ്പോൾ ആ എയിലുള്ള ഡാറ്റാസ് ഉണ്ടല്ലോ, നെയിം, ഏജ്, മൊബൈൽ നമ്പർ, ഇതൊക്കെ എന്താവും ഈ ഒരു ഹീപ്പ് മെമ്മറിയിൽ സ്റ്റോർ ആവും. എന്നിട്ട് ഈ ഹീപ്പ് മെമ്മറിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എയിൽ സ്റ്റോർ ആവുക. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്, റെഫറൻസ് ടൈപ്പ് എന്ന് പറയാം. റെഫറൻസ് ടൈപ്പ്. ഓക്കെ, റെഫറൻസ് ടൈപ്പ് മനസ്സിലായോ? ഇപ്പോൾ റെഫറൻസ് ടൈപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി അതൊരു വേറൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചിട്ട് അതിൻ്റെ യൂസ് എന്താണെന്ന്. ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, മൈ ഫങ്ക്. ഓക്കെ,
എന്നിട്ട് അതിലൊരു ആർഗ്യുമെൻറ്റ് ഇൻറ്റ് നം എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ നമ്മിൻ്റെ ഇതിൻ്റെ അകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. നം ഈക്വൽ ടു 20 എന്ന് അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മുകളിൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്യണം. മൈ ഫംഗ്ഷൻ ഈക്വൽ ടു എ പാസ് ചെയ്തു. എയിലുള്ള വാല്യൂ എത്താ 10. ആ 10 ഇവിടേക്ക് വരും, നമ്മിലേക്ക് വരും. എന്നിട്ട് ആ നം എന്താവും 20 ആവും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ താഴെ ഇത് പ്രിൻറ്റ് ചെയ്യണം. കൺസോൾ എ ഈക്വൽ ടു ഒന്ന് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രിൻ്റ് ആവുക? 10 തന്നെയാണ് എനിക്ക് കിട്ടുക, 20 അല്ല. കാരണം എന്താ, ഇതിവിടെ ഈ 10 ഇവിടെ അപ്ഡേറ്റ് ആവുന്നില്ല. കാരണം ഇതിവിടെ ലോക്കൽ വേരിയബിളാണ്, അത് അവിടേക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇതിന് ലോക്കൽ വേരിയബിൾ എന്ന് പറയാം. ഇത് പാസ് ബൈ വാല്യൂ മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ പാസ് ചെയ്യുന്നതിന് പകരം ഞാൻ റെഫറൻസാണ് പാസ് ചെയ്യുന്നത്. നേരെ വാല്യൂ പാസ് ചെയ്യുന്നതിന് പകരം റെഫറൻസാണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് കാണിച്ചു തരാം. ഞാനിവിടെ വാല്യൂ പാസ് ചെയ്യുന്നതിൽ റെഫ് എ എന്ന് പാസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ റെഫ് ഇൻറ്റ് നന്നാക്കി. ഇനി ഞാൻ തിരിച്ച് ഇവിടെ പ്രിൻ്റ് ചെയ്യുമ്പോൾ 20 കിട്ടും. അതിവിടെ റിഫ്ലക്റ്റ് ആവും. എന്താ കാര്യം? ഞാൻ ആദ്യം പാസ് ചെയ്തത് പാസ് ബൈ വാല്യൂ ആണ്, ഇപ്പോൾ പാസ് ചെയ്തത് പാസ് ബൈ റെഫറൻസ് ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ്. ഞാനത് വിഷ്വൽ സ്റ്റുഡിയോയിൽ കാണിച്ചു തരാം. ഒരു ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മൈ ഫംഗ്ഷൻ അല്ലെങ്കിൽ മൈ ഫങ്ക്. ഓക്കെ, അത് ഞാനിതിലൊരു നമ്പർ എടുത്തു, ഇൻറ്റ് നം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. മൈ ഫൺ ഇവിടെ ഒരു ബാക്കി ഇൻറ്റ് നം ഈക്വൽ ടു 10. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആണ്, വേറെ ഇത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ എവിടേക്ക് പാസ് ചെയ്തു. എന്നിട്ട് ഞാനിതിവിടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ വാല്യൂ കിട്ടാൻ നോക്കുക. കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ 10 തന്നെ കിട്ടും, അപ്ഡേറ്റ് ആവുന്നില്ല. ഞാനിവിടെ ആക്ച്വലി എന്തായിട്ടുണ്ട്, സോറി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാനിവിടെ നം ഈക്വൽ ടു 20 അപ്ഡേറ്റ് ചെയ്തു. ഞാൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇല്ല, റിഫ്ലക്ട് ചെയ്യുന്നില്ല, 10 ആയിട്ട് തന്നെ കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഈ നേരിട്ട് പാസ് ചെയ്യുന്നതിന് പകരം റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യാം. റെഫ് എ ഈക്വൽ ടു ഇവിടെ റെഫ്, എന്നിട്ട് ഇത് കൊടുക്കുമ്പോൾ എന്തായി അപ്ഡേറ്റ് ആയി. ഇതാണ് വാല്യൂ ടൈപ്പ് റെഫറൻസ് ടൈപ്പ് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഈ റെഫറൻസ് ടൈപ്പിൽ എന്ത് വേണം? ഇനീഷ്യലൈസേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, എങ്കിൽ മാത്രമേ ഇത് ഇവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ റെഫറൻസ് ടൈപ്പിൽ എപ്പോഴും എന്താവും, അത് അപ്ഡേറ്റ് ആവും. മനസ്സിലായല്ലോ? അതാണ് റെഫറൻസ് ടൈപ്പ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇംപ്ലിസിറ്റ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇൻറ്റിജർ ടൈപ്പിൽ തന്നെ ലോങ് ഉണ്ട്, ഇൻറ്റിജർ ടൈപ്പിൽ തന്നെ ലോങ് ഉണ്ട്, ഇൻറ്റും ഉണ്ട്. ലോങ് എപ്പോഴും ഇൻറ്റിനേക്കാളും വലുതായിരിക്കും. അതേപോലെ ഡബിൾ എപ്പോഴും ഫ്ലോട്ടിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ചെറിയ പെട്ടിയുണ്ട്, ഒരു വലിയൊരു പെട്ടിയുണ്ട്. ഈ ചെറിയ പെട്ടി എടുത്തിട്ട് ഈ വലിയ പെട്ടിയിലോട്ട് വെക്കാൻ പറ്റുമോ? പറ്റും. തിരിച്ചിങ്ങോട്ട് പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഇതിൽ കൊള്ളൂല. അപ്പോൾ ഇങ്ങനെ ഈ ചെറുതിനെടുത്ത് വലുതിലേക്ക് വെക്കുന്ന പരിപാടിയാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റ ലോസ് ആവില്ല, ഈ ഡാറ്റ മൊത്തത്തിൽ കൊള്ളുമല്ലോ, കാരണം ഇതിനേക്കാൾ വലുപ്പമുണ്ടല്ലോ. നേരെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഡാറ്റ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പം ഒരു ഇൻറ്റിജറിലുള്ള വാല്യൂ ഇപ്പൊ ഇൻറ്റ് എ ഈക്വൽ ടു 10 ആണ്. എനിക്കത് ലോങ്ങിലോട്ട് വെക്കാം. ലോങ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു, ബി ഈക്വൽ ടു ഈ എയിലുള്ള വാല്യൂ എടുത്ത് ബിയിലേക്ക് വെക്കാൻ പറ്റുമോ? പറ്റും, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഞാൻ ലോങ് എ ഈക്വൽ ടു 10 ഇൻറ്റ് ബി ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എന്താവും, എറർ ആയിരിക്കും. എറർ അടിക്കും. കാരണം എന്താ, ഡാറ്റ ലോസ് ആവും. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യണം, ചില കൺവേർഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഓക്കെ, ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കാം. into a equal to 10, long b equal to a. ഒരു കുഴപ്പമില്ല. ഇനി തിരിച്ചാൽ വിചാരിക്കാം,
ലോങ് എ ഈക്വൽ ടു 10 ഇൻറ്റു ബി ഈക്വൽ ടു എ ആണെങ്കിൽ എറർ അടിക്കും. കാരണം എന്താ, കനോട്ട് ഇംപ്ലിസിറ്റ്ലി കൺവേർട്ട് ടൈപ്പ് ലോങ് ടു ഇൻറ്റിജർ. ഓക്കെ, ഇനി അതേപോലെ ഇത് ഇൻറ്റിജർ ആണ്, ഇത് ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കാം, ഇത് ഡബിൾ ആണെന്ന് വിചാരിക്കാം. കാരണം ഡബിൾ എപ്പോഴും ഇൻറ്റിജറിനേക്കാളും വലുതാണ്, അപ്പം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി തിരിച്ച് ഇത് ഡബിൾ ആണ് വിചാരിക്കാം, ഡബിൾ, ഇത് ഇൻറ്റിജർ ആണ് വിചാരിക്കാം, ഇത് ചെറുതാണ്, അപ്പൊ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അപ്പൊ എറർ അടിക്കും. അപ്പൊ എന്ത് ചെയ്യണം, കൺവേർഷൻ മെക്കാനിസം യൂസ് ചെയ്യണം. കൺവേർട്ട് ഡോട്ട് 2 ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഡോട്ട് 2 ഇൻറ്റ് 32, അതിൻ്റെ അകത്ത് വേണം ഈ എനെ നമ്മൾ റാപ്പ് ചെയ്യാൻ, അപ്പോൾ ഇത് വർക്ക് ആവും. ഓക്കെ, അതാണ് എന്താ പറയുക എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും ചോദിക്കുന്നത്. അതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ, ഇംപ്ലിസിറ്റ് കൺവേർഷൻ, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർഫേസ് പറയുന്ന സമയത്ത് പറഞ്ഞു, ടൈപ്പ് സേഫ്റ്റി, ഇതൊക്കെ ഈ കൺവേർഷന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ വേരിയബിൾ ഡിക്ലറേഷൻ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇതൊരു വേരിയബിൾ, ഇതിനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഇതിനാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാനിത് ഇതിന്റെ അകത്ത് എന്തെങ്കിലും, ഇപ്പൊ വാല്യൂ ഒന്നും സേവ് ചെയ്തിട്ടില്ല, ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ സേവ് ചെയ്യണം, അതിനാണ് എന്താ പറയുക വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ഈ ഇനീഷ്യലൈസേഷനും ഡിക്ലറേഷനും കൂടി ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇതിനാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്, ഇതിനാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വേരിയബിൾ ഡിക്ലറേഷനും വേരിയബിൾ ഇനീഷ്യലൈസേഷനും നമ്മൾ പറഞ്ഞു. ഇനി വേരിയബിൾ ഡിക്ലറേഷൻ പറഞ്ഞു, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ പറഞ്ഞു. നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇൻറ്റ് എ, ഇൻറ്റ് ബി, സോറി ഇങ്ങനെ വിചാരിക്കും. ഇൻറ്റ് എ, നമുക്ക് ഒരു 4 വേരിയബിൾ ഉണ്ട്, 4 ഇൻറ്റിജർ വേരിയബിൾ, ഇൻറ്റ് ബി, ഇൻറ്റ് സി. എനിക്ക് ഇതിന് മൂന്നെണ്ണം ഉണ്ട് വിചാരിക്കും. എനിക്കിത് മൂന്നും കൂടി ഒറ്റ ഇതിൽ തന്നെ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് എ കോമ ബി കോമ സി ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. അതിനാണ് മൾട്ടിപ്പിൾ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോക്കൽ വേരിയബിൾ ആൻഡ് ഫീൽഡ് വേരിയബിൾ. ലോക്കൽ വേരിയബിൾ എന്താ പറഞ്ഞാൽ, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം, ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ മൈ ഫങ്ക്. എന്നിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഒരു ഇൻറ്റ് എ, ഇതിനെ ഇതിന്റെ അകത്തൊരു ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. എനിക്കിത് ഇവിടെ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെ മാത്രം ആക്സസിബിൾ ഉള്ളതിനാണ് എന്താ പറയാ ലോക്കൽ വേരിയബിൾ. ഈ ലോക്കൽ ലൊക്കാലിറ്റിയിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നേരത്തെ ആ വാല്യൂ പാസ് ചെയ്യുന്നതിന്റെ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞല്ലേ, ഞാൻ ഇതിന്റെ അകത്ത് കൂടി ഒരു വാല്യൂ പാസ് ചെയ്തു, അതിന് നമ്മൾ പാരാമീറ്റർ എന്ന് പറയാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു വാല്യൂ പാസ്, മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഫംഗ്ഷനായിട്ട് പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻറ്റ് ബി, ഇപ്പൊ ഇതെന്താണ് ആക്ച്വലി, ഇതൊരു പാരാമീറ്റർ ആണ്. അങ്ങനെയുള്ള വേരിയബിളിനെ പാരാമീറ്റർ വേരിയബിൾ എന്ന് പറയും. ഇപ്പൊ എനിക്കൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം, ആ ക്ലാസ്സിൽ ഞാൻ നേരത്തെ എന്തൊക്കെ ഉപയോഗിച്ചു, നെയിം, മൊബൈൽ, ഏജ്, ഇതൊക്കെ ഈ ക്ലാസിന്റെ അകത്തുള്ള മെമ്പേഴ്സ് ആണ്. ഇങ്ങനെയുള്ളതിനെ പറയുന്നത് ഫീൽഡ് വേരിയബിൾ എന്ന് പറയും. ക്ലാസിന്റെ അകത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നതിനാണെന്ന് പറയാം ഫീൽഡ് വേരിയബിൾ എന്ന് പറയാം. ഞങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ അത് കാണിച്ചു തന്നു കൂടി. വിഷ്വൽ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാം ഇതൊക്കെ എന്താണ്, ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ ഇതൊക്കെ ആക്സസ് ഉള്ളൂ. ഈ പുറത്ത് ഞാനിപ്പോൾ ഈ ഫംഗ്ഷന്റെ പുറത്ത് ഞാൻ ഇവിടെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല, എറർ ആയിരിക്കും വരിക. നിങ്ങൾക്ക് കാണാം ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ കറന്റ് കോണ്ടെക്സ്റ്റ്. അപ്പൊ അതെന്താണ്, ലോക്കൽ വേരിയബിൾ ആണ്. ഇതിന്റെ അകത്തേക്ക് ഒരു ആർഗ്യുമെന്റ് പാസ്, ഇതും ഇവിടെ ഒരു ലോക്കൽ വേരിയബിൾ, ഇതിന്റെ അകത്തേക്ക് മാത്രമേ ഇതിന് ആക്സസിബിൾ ഉള്ളൂ, പുറത്തേക്കില്ല. അതിനാണ് എന്താ പറയുന്നത് പാരാമീറ്റർ വേരിയബിൾ. ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ ചോദിച്ചാൽ ഇതിലുള്ള ഇതിൽ ഞാൻ നേരത്തെ ചെയ്തല്ലോ കുറെ കാര്യങ്ങൾ. മൈ ക്ലാസ് സ്ട്രിംഗ് നെയിം. ഓക്കെ, ഇതെനിക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, കണ്ടോ, ഇതിവിടെ മാത്രമേ ആക്സസ് ഉള്ളൂ. അതായത് ഇത് ഇതിന്റെ മെമ്പറാണ്, ഇതിന്റെ അകത്തുള്ള ഒരു ഫീൽഡ് മാത്രം. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത് ഫീൽഡ് വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ലോക്കൽ വേരിയബിൾ പറഞ്ഞു, ഫീൽഡ് വേരിയബിൾ പറഞ്ഞു, പാരാമീറ്റർ ടൈപ്പ് വാല്യൂ പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഞാൻ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ പറയാം.
പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിന്റെ താഴെ പറയണമെങ്കിൽ ഇതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.